എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ കാലാങ്കി എന്നൊരു സ്ഥലത്താണ് പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടാത്ത ഒരു പുതിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കാലാങ്കി. ഇത് കർണാടക ബോർഡറിലാണുള്ളത്. കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിൽ നിന്ന് നമുക്ക് ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് ഉള്ളിക്കൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയൊരു ഹിൽ സ്റ്റേഷനാണ് കാലാങ്കി. ഞാൻ ഫസ്റ്റ് ടൈമായി പോകുന്നത്. അപ്പോൾ പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ. നമസ്കാരം, ഞാനിപ്പോൾ കാലാങ്കി ഹിൽസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി കുറച്ച് ദൂരേ പോകുന്നുള്ളൂ. പിന്നെയുള്ളത് വ്യൂ പോയിൻറ്റും സൺസെറ്റും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വ്യൂ പോയിൻ്റ് അതൊക്കെ കാണാം. ഇപ്പോഴാണ് ഇത് ഫേമസ് ആയത്. ഏകദേശം കഴിഞ്ഞ വർഷം ആകുമ്പോഴാണ് ഈ സ്ഥലം ഇവർ കണ്ടുപിടിക്കുന്നതിന് പണ്ടേ ഉള്ളതാണ്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കിയിട്ട് നാട്ടുകാർ ആക്കിയത്, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആക്കി വളർത്തിയ ഒരു സ്ഥലമാണ് കാലാങ്കി ഹിൽസ്. അപ്പോൾ നമുക്ക് പോയി കാണാം. ഇതിപ്പോൾ കണ്ട എന്ത് കോടമഞ്ഞ്! വാവ്! കോടമഞ്ഞ് കിട്ടില്ല. നമ്മളിപ്പോൾ നടന്നിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് പോവാണ്, വ്യൂ പോയിന്റിലേക്ക്. ബൈക്കൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ വരാം. പക്ഷെ ഇപ്പോൾ അവിടെ കോൺക്രീറ്റിൻ്റെ ചെറിയൊരു പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് റോഡ് ബ്ലോക്കാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കിവിടം വരെ ചെല്ലാം. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊരു വ്യൂ പോയിന്റ്. വാ, അടിപൊളി! ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ ഓരോ കാഴ്ചകൾ തന്നെയാണ്. കാരണം നല്ലൊരു മൺസൂണിൻ്റെ കാലാവസ്ഥ, പിന്നെ കോടമഞ്ഞ് കയറി ഇറങ്ങി വരുന്നത്, അതൊക്കെ കിടിലൻ തന്നെയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ്. കുറച്ച് ആളുകളെ കണ്ടു, അതുകൊണ്ട് ഒരു ആശ്വാസം. കുറേ നേരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വഴി തന്നെയാണോ എന്ന് മാപ്പ് ഒന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു നോ എൻട്രി ബോർഡ് കാണും. ആ നോ എൻട്രി ബോർഡിൻ്റെ സൈഡിലൂടെ പോയാൽ എത്തും. ആ ബോർഡ് എൻട്രി ഈസ് പ്രൊഹിബിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. കർണാടക സർക്കാരിൻ്റെയാണ് ഏരിയ. പക്ഷേ ഇതിലൂടെ ആളുകൾ പോകുന്നത്. അതെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ആയതുകൊണ്ടാണ് അവർ ആ ബോർഡ് വെച്ചത്. ഇപ്പോൾ ഇവിടെ കാവുണ്ട്. അപ്പോൾ കാവിൻ്റെ അടുത്ത് ഒരു ബോർഡ്, അതിൻ്റെ മുകളിലാണ് നമ്മൾ കയറേണ്ടത്. അതായത് നമ്മൾ കാലങ്കിന് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പോട്ട് വരെ എത്തും. അവിടെ നമുക്ക് അമ്പലങ്ങളെല്ലാം കാണാം, ആളുകളൊക്കെ കാണാം. അപ്പോൾ അവിടുന്ന് 800 മീറ്റർ ഓഫ് റോഡായിട്ട് ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ ബൈക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടം വരെ ചെല്ലാം. അപ്പോൾ എന്നിട്ട് ഇവിടുന്ന് കയറി പോകണം ആ വ്യൂ പോയിൻ്റ് കാണാൻ. ഇവിടെ എൻട്രീസ് പ്രൊഹിബിറ്റഡ്. ഇവിടുന്ന് സൈഡിലൂടെ നമ്മളിങ്ങനെ കയറി ചെല്ലണം. ഇനി കുറച്ചും കൂടി പോകാനുണ്ട്. കേട്ടില്ലെന്ന് തന്നെ. ഒരു പാറയുടെ ഇതുണ്ട്, അത് ഇറങ്ങാവുന്നതേ ഉള്ളൂ. വാ, അങ്ങനെ എത്തി. വാ, എൻ്റെ പൊന്നോ, കോടമഞ്ഞ്! ഇപ്പോൾ ഇവിടെ ഈ മൺസൂൺ സീസൺ ആയതുകൊണ്ട് കംപ്ലീറ്റ് കോട നിറഞ്ഞിരിക്കും. നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോടയൊക്കെ അങ്ങ് മാറും. അപ്പം നമുക്ക് നല്ലൊരു കാഴ്ച കാണാമെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് താഴെ ചെന്ന് നോക്കാം. താഴെ ഇറങ്ങിയതാ. വാ, കംപ്ലീറ്റ് കോട കയറിയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ആ കോടയൊന്ന് മാറിയിട്ട് നമുക്ക് കാഴ്ച കാണാം.
ഇപ്പോഴും കോട മഞ്ഞ് പോയിട്ടില്ല, കംപ്ലീറ്റ് മൂടി, അത് കാഴ്ച കാണാൻ പറ്റുന്നില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, നാട്ടുകാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ചു പോകരുത്, കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മഞ്ഞൊക്കെ താഴെ ഇറങ്ങി പോവും, പിന്നെ വീണ്ടും വരും. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് കാണാമെന്നാണ്. അപ്പോൾ കുറച്ച് നേരം കാഴ്ച നമുക്ക് നിർത്താം, ഇപ്പം നേരെ ഇരിക്കാം. അപ്പോൾ ഇവിടെ ഇരിക്കാൻ കറക്റ്റ് സ്പോട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഇരുന്നിട്ട് നല്ല കാഴ്ച, എന്താ പൊന്നോ. ഞാൻ കറക്റ്റ് മൺസൂൺ ടൈമിലാണ് വന്നത്, അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ നല്ല കോടമഞ്ഞ് ഉണ്ടാവും. നല്ല കോടമഞ്ഞ്. ഇപ്പോൾ സ്വല്പം മഴയും പെയ്യുന്നുണ്ട്. അതേതാ കാർമേഘം മൂടി കുറച്ച് നീങ്ങി തുടങ്ങിയതായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് സ്വല്പം കാണാം. അപ്പോഴത്തേക്കും വീണ്ടും കോടമഞ്ഞ് കയറി വന്നിട്ടുണ്ട്. ചെറിയൊരു സ്പോട്ട് തന്നെയാണ് ഈ ഇവിടെ. വേറെയും ഈഗിൾ റോക്ക് അങ്ങനത്തെ കുറേ സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ സ്പോട്ടിലേക്കൊന്ന് വന്നതാണ്. കുറച്ച് നീങ്ങി തുടങ്ങി. എന്നാലും അങ്ങോട്ട് അമർന്നു പോയാൽ പോയില്ലോ. പാറ നിൽക്കുന്നില്ല. എന്നിട്ട് എങ്ങനെ അല്ല ഇച്ചടിക്കുന്നതിന്റെ കാര്യം രസം നോക്കറ. ഇതല്ല നമ്മൾ ചെയ്ത ആ പള്ളി കണ്ടോ, അതിനെ നമ്മൾ ചെയ്ത മത്തയുടെ കോറിയാണോ? അത് പുല്ലാടാ. ഏതാടാ അത്? ഇതല്ലേ? ആ ഏത്? ആ സെറ്റ് പുല്ല. ആ അത് പുല്ല. സമ്മതിക്കുവരാ പുല്ല. അത് പുല്ല് സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ നീ ഏതാ? ആർക്കാ വേണ്ട ഇവിടെ? അങ്ങനെ ഒത്തിരി നേരം കാത്തിരുന്നതിന് ശേഷം ആ കോടമഞ്ഞൊക്കെ നീങ്ങി മനോഹരമായ ഒരു വ്യൂ പോയിൻറ്റിനെ നമുക്ക് കാണാൻ സാധിച്ചു. അത് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി സീനറി തന്നെയാണിത്. ഇപ്പോൾ കംപ്ലീറ്റ് കോടയും പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കാലാങ്കി, കണ്ണൂർ ജില്ലയിലെ ആരും അറിയപ്പെടാത്ത ഒരു ചെറിയൊരു ഹിൽ സ്റ്റേഷൻ, കാലാങ്കി, ദ ക്വീൻ ഓഫ് ഹിൽസ്. കടുവാങ്ങല്ലത് കടുവാൻ കുഴപ്പമൊന്നുമില്ല. കടുവേനെ മണമൊന്നുമില്ല. അത് ചീഞ്ഞ പുറത്ത് സന്തോഷമാണ്. മണമൊക്കെ ഉണ്ട്. ആദ്യം എടുത്ത് വ്യൂ പോയിൻ്റ് കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ക്ഷേത്രം, കാലാങ്കിയിൽ. ഇവിടെ നിന്നാണ് നമ്മൾ നടക്കു പോകേണ്ടത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തരാം. പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.